എഴുത്തുകാരിയായ ഖദീജ മുംതാസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ഖദീജ മുംതാസ്, MTയുടെ ഈ ഇല്ലായ്മ ഈ ഒരു പ്രഭാതത്തിൽ ഇനി മുതൽ അങ്ങോട്ട് ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് കാണുന്നത്? തീർച്ചയായും വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. അത് 3-4 ദിവസങ്ങളായിട്ട് നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഇത് ഇന്നലെ രാത്രി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ കോഴിക്കോടിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയൊരു ശൂന്യതയായിട്ട് തന്നെയാണ് ഞാനതിനെ അനുഭവിക്കുന്നത്. കാരണം കോഴിക്കോട് തന്നെ ജീവിച്ചിരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് വാസ്തവത്തിൽ MTയെ കാണുന്നില്ലെങ്കിൽ പോലും ആ ഒരു സാന്നിധ്യം വലിയൊരു ഊർജമായിരുന്നു. എന്ത് സാഹിത്യ സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോഴും ആ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പം വിവേകാനന്ദ അനുസ്മരണമായാലും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു സാന്നിധ്യമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, കാണാനും സാധിക്കാറുണ്ടായിരുന്നു. അതേപോലെ പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ആളുകൾ പോലും ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ സാഹിത്യ കുതുകികളായ മനുഷ്യർ MTയുടെ വീട് സന്ദർശിക്കുകയും അല്ലെങ്കിൽ അവിടെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയും കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ MTയെ പോലെ MT മാത്രമേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വലിയ എഴുത്തുകാരൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ബഹുമുഖമായ മേഖലകളിൽ ഇതുപോലെ ഒരു സ്വാധീനം ചെലുത്തിയ ഒരു എഴുത്തുകാരൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. മഹാനായ സാഹിത്യകാരനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വലിയൊരു പത്രാധിപർ, ആദരണീയനായ അല്ലെങ്കിൽ അനുകരണീയനായ ഒരു പത്രാധിപരായിരുന്നു. സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പരിപാലകനായിരുന്നു. അതിന്റെയൊക്കെ മുഖം മാറ്റിയ ആളായിരുന്നു. സാഹിത്യ അക്കാദമികളുടെ അധ്യക്ഷ പദവി, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമികളുടെ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് എഴുതി തുടങ്ങിയ MTക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് പറയേണ്ടി വരിക. വാസ്തവത്തിൽ എന്റെയൊക്കെ ഒരു സാഹിത്യ വായന എന്ന് പറയുമ്പോൾ കൗമാരകാലം മുതൽ സമ്പുഷ്ടമാക്കിയത് MTയുടെ എഴുത്ത് തന്നെയാണ്. MTയുടെ എഴുത്തിൽ പലതരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒക്കെ ഉണ്ട്. സവർണത ആരോപിക്കുന്നവരുണ്ട്, രാഷ്ട്രീയത്തെ അവഗണിച്ചു എന്ന് പറയുന്നവരുണ്ട്, സ്ത്രീവിരുദ്ധത ആരോപിക്കുന്നവരുണ്ട്. പക്ഷേ MT വളർന്ന ആ സാഹചര്യത്തിൽ ആ സമൂഹ മനസ്സുകൊണ്ട് ചിന്തിച്ച് എഴുതിയ ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ മാറ്റങ്ങളുടെയൊക്കെ പ്രതിഫലനം സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നമ്മൾ കാണുന്നത്. മഞ്ഞ് പോലെയുള്ള നോവലിനെയൊക്കെ നമ്മൾ വേറെ തരത്തിൽ കാൽപ്പനികമായിട്ടും കവിതാത്മകമായിട്ടും ഉള്ളൊരു നോവലായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഈ ഒരു സ്വന്തം താൻ വളർന്ന ആ ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ തന്റെ തന്നെ ആ ഒരു സവർണം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതുമ്പോൾ പോലും അതിന്റെ മനുഷ്യവിരുദ്ധതകളോട് അദ്ദേഹം കലമ്പുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനെ നമുക്കിപ്പോ ഒരു എന്താ പറയണ്ടേ, വളരെ എല്ലാ തരത്തിലും ആദരണീയരായ വ്യക്തികളെ അവതരിപ്പിക്കണമെന്നില്ല. വാസ്തവത്തിൽ അത്തരത്തിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളെ അദ്ദേഹം ധാരാളമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കലമ്പുന്ന അല്ലെങ്കിൽ ക്ഷോഭിക്കുന്ന യൗവനത്തെ അവതരിപ്പിക്കുമ്പോൾ പോലും ആ യൗവനങ്ങളുടെ മനസ്സുകളിലുള്ള സ്വാർത്ഥതയും അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധതയും ഒക്കെ അതില് അദ്ദേഹത്തിന്റെ നോവലുകളിൽ വരുന്നുണ്ട്. അതിലൂടെ ഇപ്പൊ ഒരു കാലത്തിലെ സുമിത്ര സേതുവിനോട് പറയുന്ന ഒരു വാചകം മതി. നമ്മൾ സ്ത്രീ വിരുദ്ധത ആരോപിക്കുമ്പോൾ പോലും സേതുവിനെ മാത്രമേ എന്നും സ്നേഹിച്ചിരുന്നുള്ളൂ. അതെ അതെ അതെ, ആ പറയുന്ന ഒരു വാചകത്തിൽ ആ ഒരു അത്രയും കാലം ജീവിച്ച സേതുവിന്റെ ആ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള സ്ത്രീകളോടുള്ള ഇടപെടലുകളെ കംപ്ലീറ്റ് തള്ളിക്കളയും. ഒരുപക്ഷെ ഖദീജ മുംതാസ് സൂചിപ്പിച്ച സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനുള്ള മൊത്തത്തിലുള്ള ഒരു ഉത്തരം MT തന്നെ നൽകുകയായിരിക്കണം. MTയുടെ മിക്കവാറും പുരുഷ കഥാപാത്രങ്ങളോടുള്ള ചോദ്യമായിട്ട് അതിനെ മാറ്റുകയും ചെയ്യാമല്ലേ? അതെ, കൃത്യമായിട്ടും ഞാനത് എഴുതിയിട്ടുമുണ്ട് ആ കാര്യം. ആ ഒരൊറ്റൊരു വാചകം മാത്രം മതിയായിരുന്നു, വേറൊന്നും കൂടുതൽ പറയേണ്ടതില്ല. സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു വാചകം ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ജീവിതവുമായിട്ട് അത്രമാത്രം എഴുതിച്ചേർന്ന സ്വാധീനം ചെലുത്തിയ ഒരു എഴുത്തുകാരി എന്ന നിലയിലും
ഇപ്പൊ ഞാനൊക്കെ വളരെ വൈകി എഴുതി തുടങ്ങിയ ഒരാളാണ്. പക്ഷെ അദ്ദേഹം ആ സ്നേഹം കൊണ്ട് അധികമൊന്നും പറയൊന്നുമില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ കൺകോണിലൂടെ അല്ലെങ്കിൽ ചുണ്ടിന്റെ അരികിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു പുഞ്ചിരി മതി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ മതി. MTയെ കാണുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ആഹ്ലാദം, വലിയൊരു അംഗീകാരം ഒക്കെ ആയിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നഷ്ടത്തിൽ അദ്ദേഹം പ്രായമൊക്കെയായി 90 വയസ്സ് കഴിഞ്ഞു. എങ്കിൽ പോലും ഇനിയും ഏറെക്കാലം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ. ശ്രീമതി ഖദീജ മുംതാസ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഉദ്ധരണി ഉണ്ടല്ലോ, അത് ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ ചന്തുവിൻ്റെ കഥാപാത്രത്തിലൂടെ MT ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന സ്ത്രീകളെ കുറിച്ചുകൂടി വാചാലമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തികച്ചും വിരുദ്ധമായിട്ടുള്ള എല്ലാം കൂടി ചേർന്ന ഒന്നായി അതാണോ MTയുടെ ഒരു ജനകീയതയുടെ അടിസ്ഥാനം? അതെ അതെ അതെ. ഒരു മനുഷ്യന്റെ മനസ്സിൽ തന്നെ നന്മയും തിന്മയും ഉണ്ട് എന്നാണ് പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ്. അതേപോലെ തന്നെ രണ്ടാമൂഴത്തിൽ അവിടെയും സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ്. അദ്ദേഹം വിശകലനം ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സ്, നമ്മൾ ആരും കാണാത്ത, നമ്മൾ വായിച്ച് പരിചയിച്ച ഒരു മഹാഭാരതത്തിൽ നിന്ന് ഈ പഞ്ചപാണ്ഡവരുടെ ആ ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു സ്വാധീനം, ഭീമനെ പറ്റി നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു തലത്തിലല്ലാതെ വേറൊരു തരത്തിൽ ചിന്തിക്കാൻ, അതേപോലെ തന്നെയാണ് ചന്തുവിനെയും വേറൊരു തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു സാധ്യത. അതാണ് ഒരു വലിയ എഴുത്തുകാരന്റെ ഏറ്റവും വലിയ കഴിവ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെഗറ്റീവായിട്ട് മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ചരിത്രത്തിന്റെ തന്നെ ഇരുണ്ട മൂലകളിൽ നിൽക്കുന്ന മനുഷ്യരെ മുന്നിലേക്ക് കൊണ്ടുവരിക, അവരുടെ വികാരങ്ങൾ നമ്മുടേതായിട്ട് സ്വാംശീകരിക്കാൻ നമുക്ക് സാധ്യത ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയാണ് ഒരു വലിയ എഴുത്തുകാരന്റെ ഏറ്റവും വലിയ കഴിവ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീമതി ഖദീജ മുംതാസ്, ഒരു പക്ഷേ ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ മിണ്ടിയും പറഞ്ഞും MTയെ കുറിച്ച് ഒരു പകൽ മുഴുവൻ സംസാരിച്ചിരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത്രത്തോളം വ്യാപ്തിയും വൈപുല്യവും ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ സർഗാത്മക ജീവിതം എന്ന് പറയുന്നത്. MTയുടെ ഈ ഇല്ലാതാവലിൻ്റെ ഈ നിമിഷങ്ങളിൽ മിണ്ടിയും പറഞ്ഞും ഇരിക്കുക, ആ സംസ്കാര ചടങ്ങ് പൂർണ്ണമാകും വരെ എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് തത്സമയം ഇങ്ങനെ താങ്കളടക്കമുള്ളവരോട് സംസാരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത്. വളരെ നന്ദിയുണ്ട് സംസാരിച്ചതിന്.